ഫിദ ഇൻവെസ്റ്റേഴ്സ് കമ്പനി സിഇഒ അബ്ദുൾ ജലീൽ കുപ്പുരയിലും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും നിക്ഷേപകരെ വഞ്ചിച്ചതായി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നാട്ടിൽ നിന്ന് മാറി നിന്ന് നിക്ഷേപകരെ വഞ്ചിച്ചതിനെ തുടർന്നാണ് സംരക്ഷണ സമിതി നിക്ഷേപകരെ ചേർത്ത് ഫിദ ഇൻവെസ്റ്റേഴ്സ് സംരക്ഷണ സമിതി രൂപീകരിച്ചത്. 300ഓളം നിക്ഷേപകരുടെ കോടികളുമായാണ് ഇവർ മുങ്ങിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2025 മാർച്ചിൽ 2024 നവംബറിലാണ് അവർ എസ്കേപ്പ് ആയിരിക്കുന്നത്. ഒന്നുമില്ലാതെ ഡിവിഡൻഡ് നിന്നപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത്. അതുവരെ ആരും ഡിവിഡൻഡ് മാസത്തിൽ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളവർക്ക് ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആ മാർച്ചിന് മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് കാണുന്നവരും അറിയുന്നവരെയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഒരു സംരക്ഷണ സമിതി ഞങ്ങൾ രൂപീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരമുറയായിട്ട് പൊടിക്കുണ്ടിലാണ് ഇവർ ഓഫീസ് ഉണ്ടായിരുന്നത്. ആ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ഓഫീസിലും ക്ലോസ്ഡ് ആണ്, ഒന്നുമില്ല അവിടെ, എങ്കിലും ആ ക്ലോസ്ഡായ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു സമര നടത്തി. അതിലേകദേശം ഒരു 90ഓളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വന്ന് കുറച്ച് പ്രിന്റ് മീഡിയാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞു. ഞാൻ പ്രവാസ ലോകത്തായിരുന്നു, ഇതിൻ്റെ ഫോട്ടോ കണ്ടതാണ്. അതിൻ്റെ എല്ലാ പ്രിന്റും ഇവിടെ ഉണ്ട് ഞങ്ങളടുത്ത്. ഇവിടെ എഗ്രിമെന്റിന്റെ കോപ്പിയുണ്ട്, ചെക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനെ ഓരോ മാസം നീട്ടിപ്പോയിട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 വർഷം നമ്മൾ ഇതിന്റെ വാല്യൂ നഷ്ടപ്പെടാതെ 3 വർഷം വരെ നമ്മൾ ഇതിനെ ഒരു ശൂന്യത്തിൽ നിർത്തിയിട്ട്, വിഡ്ഢികളാക്കിയിട്ട് ശൂന്യത്തിൽ നിർത്തിയിട്ട് ഒരു പുകപറ സൃഷ്ടിച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സിറാജ്, മുഹമ്മദ് കുഞ്ഞി, മുജീബ്, അബ്ദുൾ സലാം, ആഷിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.